RSSും BJPയും ഒക്കെ രാമരാജ്യം നിർമ്മിക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലാണ്. രാമരാജ്യം നിർമ്മിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക, മുസ്ലിംസിനെ ഇല്ലാണ്ടാക്കുക, ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിൽ നിന്ന് മുസ്ലിം എന്ന വിഭാഗത്തെ തുടച്ചു നീക്കുക. അതാണ് രാമരാജ്യം നിർമ്മിക്കുന്നതിൻ്റെ ആദ്യ പടി. ഇനി രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തെ തുടച്ചു നീക്കുക, കൊന്നൊടുക്കുകയോ ഒഴിവാക്കുകയോ പറഞ്ഞു വിടുകയോ എങ്ങനാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗത്തെ തുടച്ചു നീക്കുക. ഇതിനുവേണ്ടി അവർ കണ്ടെത്തിയ ആദ്യ മാർഗം മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും തമ്മിലടിക്കുക. രണ്ടുപേരെയും തമ്മിലടിപ്പിച്ചിട്ട് അതിനിടയ്ക്ക് നിന്ന് ചോര കുടിക്കുക. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കൃത്യമായി ഒരു വിഭാഗം മുസ്ലിംസും ഒരു വിഭാഗം ക്രിസ്ത്യൻസും ചെന്നുപെടുക തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പൊരിഞ്ഞ അടിയിലാണ്. മുസ്ലിംസിനെ അല്ലെങ്കിൽ മുസ്ലിംസിനെ തീർത്ത് കളയുവാൻ കുറേയധികം ക്രിസ്ത്യൻസിനെ തീർത്ത് കളയാൻ കുറേയധികം മുസ്ലിംസും പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കിയതിന് ശേഷം പിന്നെ ഉള്ളത് മുഴുവൻ ഹൈന്ദവരാണ്. ഹൈന്ദവരായിട്ടുള്ള തീവ്രവാദികൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഹിന്ദുക്കളില്ല. പിന്നെ ഭരണത്തിലേക്കും ഉയർച്ചകളിലേക്കും ഹിന്ദുക്കളില്ല. പിന്നെ ഉള്ളത് സവർണ ഹിന്ദുക്കളാണ്. സവർണ ഹിന്ദുക്കൾ മാത്രമേ പിന്നീട് ഉണ്ടാവത്തുള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കേൾക്കണം. കേട്ടതിന് ശേഷം ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്യണം. എന്നെ തെറി വിളിക്കാൻ വരുന്നവരോട് നിങ്ങൾ സവർണ ഹിന്ദുവാണോ എങ്കിൽ നിങ്ങളെ ഹിന്ദുവായിട്ട് അംഗീകരിക്കുന്ന, അങ്ങ് ഉയരങ്ങളിൽ ഇരിക്കുന്ന, ഉന്നതങ്ങളിൽ ഇരിക്കുന്ന സവർണ ഹിന്ദുക്കളായിട്ടുള്ള അധികാരവർഗങ്ങളുണ്ട്. അവർ നിങ്ങളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സവർണ ഹിന്ദു ആയിരിക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കത്തില്ല. രാജ്യത്ത് നിന്ന് മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും തുടച്ചു നീക്കിയതിന് ശേഷം പിന്നീട് ഇവർ നടത്താൻ പോകുന്നത് പറയനും പുലയനും ഈഴവൻ നായര് നമ്പൂതിരി എന്നിങ്ങനെ തരംതിരിക്കും. പറയനും പുലയനും ഒക്കെ താഴെ തട്ടിൽ തന്നെ നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അടിയാൻ മുതലാളി വ്യവസ്ഥ, അടിയാൻ കുടിയാൻ എന്നൊക്കെ പറയുന്ന ആ വ്യവസ്ഥയിലേക്ക്, ഏറ്റവും താഴെ തട്ടിലേക്ക് പറയനും പുലയനും മാറ്റപ്പെടും. അതിൽ തൊട്ടു മുകളിലായിട്ട് അടുത്ത ജാതിക്കാർ ഈഴവനും തീയനും ഒക്കെ വരും. അതിനു മുകളിൽ നായർ അടക്കമുള്ള മറ്റ് ആളുകൾ വരും. അതിനു മുകളിൽ നമ്പൂതിരിമാർ വരും. ഏറ്റവും താഴെ ശൂദ്രന്മാർ എന്ന് ഇവരൊക്കെ പറയുന്ന ആ ഒരു വിഭാഗമുണ്ട്. ആദിവാസികളും ഒക്കെ ഇവരുടെ കാൽ കീഴിൽ ചൊൽപ്പടിക്ക് നിൽക്കണം. പഴയ രാജഭരണകാലത്തെ, ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിയാൻ കുടിയാൻ വ്യവസ്ഥിതി നിലവിൽ വരും. ഓ ഒമ്പ്ര എന്ന് പറഞ്ഞ് ഇത്ര മീറ്റർ അകലെ മാറി നിൽക്കണം. ഏറ്റവും താഴെ തട്ടിലുള്ള ജാതി വിഭാഗങ്ങൾക്ക് അവരുടെ ഈ വലിയ നമ്പൂതിരിമാർ അടക്കമുള്ള, ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, അല്ലെങ്കിൽ ഏറ്റവും മുകൾ തട്ടിലുള്ള ഉന്നത കുലജാതരായിട്ടുള്ള സവർണ ഹിന്ദുക്കളുടെ വീടിൻ്റെ മുറ്റത്ത് കുഴി കുത്തി അതിൻ്റെ അകത്ത് ചോറും കഞ്ഞി ഇട്ട് കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരും. സവർണൻ്റെ പറമ്പിൽ പണിയെടുത്താൽ അതിന് അരിയും മലരും തരും. അത് കൊണ്ടുപോയി കഴിച്ചണം, പണം തരത്തില്ല. അവർ പറയുന്നതിലധികം സ്വത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുഴുവൻ ഉന്നത കുലജാതർക്ക് കൊടുക്കണം. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരികയാണ്. മുലക്കച്ച അടിച്ചു മാറ്റേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മൾ സമരം ചെയ്ത് നേടിയ കാര്യങ്ങളാണ്. ഇതൊക്കെ വീണ്ടും മടങ്ങി വരും. മുലക്കച്ച അഴിച്ചു മാറ്റണം. സവർണന് വേണ്ടി ഉടുതുണി അഴിച്ച് കിടക്കണം.
ഓ ഉംബ്ര എന്നും പറഞ്ഞ് നിൽക്കുന്ന സവർണന്റെ പിടിയാളായി നിൽക്കുന്നവർ സ്വന്തം ഭാര്യമാരെയും മക്കളെയും അമ്മയെയും ഒക്കെ സവർണന്റെ മുൻപിൽ കാഴ്ചവെക്കേണ്ട ഗതികളിലേക്ക് രാജ്യം കടന്നു വരും. പണ്ടത്തെ രാജഭരണ കാലത്തിലേക്ക് നമ്മുടെ രാജ്യം തിരികെ പോകും. അതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും തുടച്ചു നീക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. ക്രിസ്ത്യാനികളും മുസ്ലിംസും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാലം വരികയാണെങ്കിൽ അന്ന് മുതൽ ബാക്കിയുള്ള സവർണ ഹിന്ദുക്കളുടെ ഏകാധിപത്യ വാഴ്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഉത്സവം കാണണമെന്നുണ്ടെങ്കിൽ ഇത്ര മീറ്റർ അകലെ മതിലിന് വെളിയിലിരുന്ന് കണ്ടോണം, മതിലിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഇന്ന് ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ കയറാം, ആർക്ക് വേണമെങ്കിലും അവിടുത്തെ ആചാരങ്ങളിൽ പങ്കെടുക്കാം. എങ്കിലും സവർണർക്ക് മാത്രമേ ഇന്ന് അമ്പലത്തിനുള്ളിലെ അവിടുത്തെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വർഗീയതയല്ല പറയുന്നത്. നാളെ നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും തരംതിരിച്ച് അമ്പലങ്ങളുണ്ട്. ഏറ്റവും താഴെ തട്ടിൽ മുകളിൽ തട്ടിൽ എന്ന് വിചാരിക്കുന്നവർ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊരമ്പലം, അതിന് ഇടത്തരമുള്ളവർക്ക് അമ്പലം, കുടുംബക്ഷേത്രങ്ങൾ വേറെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കും മുസ്ലിംസിൻ്റെ ഇടയ്ക്കും ഈ ജാതി വിഭാഗീയതയും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും രാജ്യത്തു നിന്ന് തുടച്ചു നീക്കാൻ പോകല്ലേ. ഈ തുടച്ചു നീക്കിയതിന് ശേഷമുള്ളത് പിന്നെ മുഴുവനും ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളെ തട്ടായിട്ട് തിരിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഇന്ന് ഏതമ്പലത്തിൽ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കയറാം. പക്ഷെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞ ഒരു സംഭവം നടന്ന ഒരു സംസ്ഥാനം കൂടിയാണ്, ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. അമ്പലത്തിൽ കയറുവാനും അവിടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പൂജകൾ ചെയ്യുന്നതിനൊക്കെ അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഓർമ്മകളിലേക്ക് മാറുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. രാജഭരണ കാലം പോലെ രാജാവ് വരുമ്പോൾ, ഉന്നത കുലജാതരായിട്ടുള്ളവർ വരുമ്പോൾ ഇത്ര അകലെ മാറി നിന്നാണ് അവർ തരുന്ന എച്ചില് നക്കി ജീവിക്കേണ്ട ഗതികേടിലേക്ക് ചിലർ മാറാൻ പോവുകയാണ്. നമുക്കൊന്നും പ്രശ്നമില്ല, നമ്മളെയൊക്കെ കൊന്ന് ഒടുക്കുമല്ലോ, നമ്മളെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് കൊന്നൊടുക്കും, നമ്മളൊന്നും പിന്നെ ഉണ്ടാവത്തില്ല, പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ രാജ്യത്ത് സമരം ചെയ്തും ജീവൻ ബലിയർപ്പിച്ച് രക്തസാക്ഷികളായും ഒക്കെ നേടിയെടുത്തൊരു സ്വാതന്ത്ര്യമാണ്. ഒരു കൂട്ടം ആളുകൾ, ഈ ബ്രിട്ടീഷിൻ്റെ ചെരുപ്പ് നക്കിക്കൊണ്ടിരുന്ന ആളുകൾ, അവർ ബ്രിട്ടീഷിനെ വിടുവേല ചെയ്തും ചെരുപ്പ് നക്കിയും ഒക്കെ ബ്രിട്ടീഷിൻ്റെ കൂടെ നിന്നപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ അവനവൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു ചരിത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ആ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ചരിത്രം തന്നെയാണ്. അരാജകത്വത്തിൻ്റെ ചരിത്രമല്ല. BJPക്കും RSSനും സംഘപരിവാറിനും വിശ്വ ഹിന്ദു പരിഷത്തിനുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളൊന്ന് പുനർവിചിന്തനം ചെയ്യണം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നാളുകളിൽ ഇന്ത്യയിൽ രാജഭരണം വേണോ അതോ ജനാധിപത്യം വേണോ? ജനാധിപത്യത്തിൽ ആർക്കും എവിടെയും കയറാം, ആരെയും ചോദ്യം ചെയ്യാം. രാജഭരണത്തിൽ ഓ അംബ്ര എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കാനല്ലാണ്ട് ഒന്നും കഴിയത്തില്ല. അവരിട്ട് തരുന്ന എച്ചിൽ നക്കി മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ആരെയും ചോദ്യം ചെയ്യാം, ആരെയും നമുക്ക് ചോദ്യം ചെയ്യാം ജനാധിപത്യത്തിൽ. രാജഭരണത്തിൽ ചോദ്യം ചെയ്ത ശിരശ്ഛേദനം നടക്കും, അല്ലെങ്കിൽ നാവറുത്ത് കളയും.
ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ RSSകാർ പറയുന്ന, BJPക്കാർ പറയുന്ന, VHPക്കാർ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ടകളിലൊന്നായ, ഏറ്റവും വലിയ അജണ്ടയായ ഹിന്ദുരാജ്യം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മാത്രമല്ല പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തെ ഉന്നത കുല ജാതരായിട്ടുള്ളവർ ഒഴികെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. എല്ലാവരെയും ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ വേർതിരിച്ച പഴയ ആ കാലഘട്ടത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അതാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക. ഇവരെ തമ്മിലടിപ്പിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമാണ് ഈ BJPക്ക് നേടാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിത് കട്ട് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്യുന്നില്ല. ആദ്യം മുതൽ പറഞ്ഞേക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഇതിലുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജനങ്ങളിലേക്ക് നല്ല അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കണം. ഹിന്ദുരാജ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടാൻ പോകുന്നത്, കഷ്ടപ്പെടാൻ പോകുന്നത്, നരകിക്കാൻ പോകുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ആ കാര്യം മനസ്സിൽ വെക്കുക, മറക്കരുത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് തുരത്തിയത്. നമ്മുടെ മുൻകാല അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാർ അവർ ചോര ചിന്തിയാണ് ഇവിടെ നിന്ന് ഇവരെ പായിച്ചു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു രീതിയിലുള്ള ബ്രിട്ടീഷുകാർ, അതായത് ബ്രിട്ടീഷുകാരുടെ മറ്റൊരു പതിപ്പിനെ നമ്മൾ മനഃപൂർവ്വം വലിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനം എടുക്കുക. BJP നമ്മുടെ രാജ്യത്ത് ഇനിയും വരണമോ? ഇനിയും BJPക്ക് ഭരണം കിട്ടണമോ? നമ്മുടെ സംസ്ഥാനത്ത് BJP ജയിക്കണമോ? ഈ BJPക്കൊപ്പം ചേർന്നേക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, BJPക്കൊപ്പം ചേർന്നേക്കുന്ന മുസ്ലിംസ് ഉണ്ട്, BJPക്കൊപ്പം ചേർന്നേക്കുന്ന അവർണ ഹിന്ദുക്കളുണ്ട്. ഇവരെയൊക്കെയും വലിച്ചെറിയുന്ന, തല്ലിച്ചതയ്ക്കുന്ന, ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഒരു കാലം വിദൂരമല്ല. നിങ്ങൾ പുനർവിചിന്തനം നടത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ഒന്നും പറയുന്നില്ല. എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മാന്യമായ എന്ത് സംവാദത്തിനും തയ്യാറാണ്. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് BJPയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളുകളെല്ലാവരും സവർണരല്ലേ? ഏതെങ്കിലും ഒരു അവർണനുണ്ടോ? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും VHP എന്ന വിശ്വഹിന്ദു പ്രസ്ഥാനത്തിൻ്റെയും RSS രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSൻ്റെയും ഏറ്റവും മുകളിൽ തൊട്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒരു അവർണനായ ഹിന്ദു ഉണ്ടോ? ഏതെങ്കിലും ഒരു ഘടകത്തിൽ അവർണനായ ഒരു ഹിന്ദു ഉണ്ടോ? ഇല്ല, ഉണ്ടാവത്തുമില്ല. നിങ്ങൾ ചിന്തിച്ച് ഓരോ കാര്യത്തിലേക്ക് കടക്കുക. ഹിന്ദുരാജ്യം വന്നാൽ ഏറ്റവും കൂടുതൽ ആരാണ് കഷ്ടപ്പെടാൻ പോകുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്ന ഒരു വർഗീയതയായിട്ട് ഒരിക്കലും കാണരുത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്നതല്ല, ഒരു ജനങ്ങൾക്ക് വേണ്ടി, ഒരു വലിയ കൂട്ടം ജനതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. എന്നെ വർഗീയവാദിയായിട്ട് ചാപ്പ കുത്താനും ആരും വരണ്ട. വർഗീയവാദികളായിട്ടുള്ള ക്രൈസ്തവരെ ഞാൻ 110% എതിർക്കുന്നയാളാണ്. എൻ്റെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വർഗീയവാദികളായിട്ടുള്ള ഒരൊറ്റ ക്രൈസ്തവനോട് പോലും ചെങ്ങാത്തം കൂടാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് നോക്കുക. ഇതുവരെ എൻ്റെ ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു. ഷെയർ ചെയ്യുക.